പ്രൈസ് ദ ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. യോഹന്നാൻ്റെ സുവിശേഷത്തിലെ ഈ ബൈബിൾ സ്റ്റഡിയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. കർത്താവിൻ്റെ വലിയ കൃപയാൽ നമ്മൾ ഒരുമിച്ച് 89ാമത്തെ എപ്പിസോഡിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഇത്രത്തോളം നമ്മെ അത്ഭുതകരമായി നടത്തിയ ദൈവത്തിന് സകല മാനവും പുകഴ്ചയും ആരാധനയും ഞാൻ അർപ്പിക്കുന്നു. ദൈവമക്കൾ തുടർന്നും ഈ ശുശ്രൂഷയെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന സ്നേഹത്തോടെ നിങ്ങളെ ഞാൻ ഓർപ്പിക്കുകയാണ്. ചില എപ്പിസോഡുകളായി യോഹന്നാൻ്റെ സുവിശേഷം 11ാം അധ്യായം നമ്മൾ ധ്യാനിച്ചു കൊണ്ടിരിക്കുകയാണ്. 11ാം അധ്യായം 57 വാക്യങ്ങൾ ഉണ്ട്. അതുകൊണ്ട് ഈ 57 വാക്യങ്ങളെ നമ്മൾ ചെറിയ വിഭജനങ്ങളായി തിരിച്ചിരുന്നു. 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ ലാസറസ് മരിക്കുന്നു. 17 മുതൽ 37 വരെയുള്ള വാക്യങ്ങളിൽ യേശു ബഥാന്യയിൽ ചെല്ലുന്നു. ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമെന്ന് മാർത്തയോട് പറയുന്നു. 38 മുതൽ 44 വരെയുള്ള വാക്യങ്ങളിൽ യേശു കർത്താവ് ലാസറസിനെ അത്ഭുതകരമായി ഉയർപ്പിക്കുന്നു. 45 മുതൽ 57 വരെയുള്ള വാക്യങ്ങളിൽ യഹൂദന്മാരുടെ പ്രതികരണം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇങ്ങനെയാണ് ആ 57 വാക്യങ്ങളെ നമ്മൾ വിഭജിച്ചത്. ആ വിഭജനത്തിൽ 2 പ്രധാനപ്പെട്ട വിഭജനങ്ങൾ നമ്മൾ പൂർത്തീകരിച്ചിരുന്നു. ആദ്യത്തെ 16 വാക്യങ്ങൾ, അതിനുശേഷം 17 മുതൽ 37 വരെയുള്ള വേദഭാഗവും പൂർത്തീകരിച്ചിരുന്നു. എന്നാൽ 17 മുതൽ 37 വരെയുള്ള വേദഭാഗത്തിൽ 25, 26 വാക്യങ്ങൾ പിന്നെയും വായിക്കുകയും അത് കഴിഞ്ഞ എപ്പിസോഡിൽ ഒരു പ്രാവശ്യം കൂടെ ധ്യാനിക്കുകയും ചെയ്തു. അതേ വേദഭാഗത്തിൽ ഈ എപ്പിസോഡിൽ നിൽക്കുവാനാണ് ഞാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നത്. ആകയാൽ ആ 2 വാക്യങ്ങൾ പരസ്യമായി പിന്നെയും വായിക്കുവാൻ താല്പര്യപ്പെടുന്നു. യേശു അവളോട്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനും ആകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കയില്ല. ഇത് നീ വിശ്വസിക്കുന്നുവോ എന്ന് പറഞ്ഞു. നമുക്കറിയാം, യേശു ബഥാന്യയിൽ ചെന്ന് മാർത്ത യേശുവിനെ എതിരേൽക്കുവാൻ കടന്നുപോയ സമയത്ത് മാർത്തയോട് കർത്താവ് പറയുന്ന വാക്യമാണ് നമ്മളിവിടെ വായിച്ച് കേട്ടത്. കഴിഞ്ഞ എപ്പിസോഡിൽ ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ സൂചിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട പ്രസ്താവനയായി ഞാൻ സൂചിപ്പിച്ചിരുന്നു. പ്രത്യേകിച്ച് ഞാൻ തന്നെ, ഐ ആം എന്നുള്ള യേശുവിൻ്റെ 7 പ്രസ്താവനകളിൽ ഇത് 5ാമത്തെ പ്രസ്താവനയാണ്. അത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ സൂചിപ്പിക്കുന്നതാണ് എന്ന് നമ്മൾ ചിന്തിച്ചിരുന്നു. അതിനോട് ചേർന്ന് പുനരുത്ഥാനവും ജീവനും, കർത്താവ് മാർത്തയോട് പറയുകയാണ്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനും ആകുന്നു. നമ്മൾ ദൈവവചനത്തിലൂടെ പഠിച്ചതാണ്, പഴയ നിയമത്തിൽ ദൈവം ആളുകളെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചിരുന്നു. പുതിയ നിയമത്തിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയിൽ കർത്താവ് ആളുകളെ ഉയർപ്പിച്ചിരുന്നു. മാർത്ത 24ാം വാക്യത്തിൽ ഒടുക്കത്തെ നാളിൽ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. ആ മാർത്തയുടെ വാക്കുകൾ കേട്ട് യേശു റെസ്പോണ്ട് ചെയ്യുകയാണ്. മാർത്തയെ, നീ വിശ്വസിക്കുന്നു ഏറ്റവും അവസാന ദിവസം ലാസർ ഉയർത്തെഴുന്നേൽക്കും, അന്ന് ഒടുക്കലത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത് ഞാനാണ്. ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാണ്. I am the author of resurrection.
അതാണ് യേശു അവിടെ പറയുന്നത്. ഐ ആം ദ സോഴ്സ് ഓഫ് ലൈഫ്. അന്ന് നിൻ്റെ ആങ്ങളെ ഉയർപ്പിക്കുന്ന ഞാൻ ഇന്ന് നിൻ്റെ വീട്ടിൽ വന്നിരിക്കുന്നു. ഐ ക്യാൻ ഡു ഇറ്റ് നൗ. ഇതാണ് കർത്താവ് അവിടെ അർത്ഥമാക്കുന്നത്. അപ്പോൾ തന്നെ യേശു പുനരുത്ഥാനവും ജീവനുമാണ് എന്നുള്ള പ്രസ്താവനയിലൂടെ യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ച് പിന്നെയും കർത്താവ് പ്രഖ്യാപിക്കുകയാണ്. വേദപുസ്തകത്തിലൂടെ നമ്മൾ ശ്രദ്ധിച്ചതാണ്, ദൈവത്തിന് മാത്രമേ ആരെയെങ്കിലും മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കാൻ കഴിയുകയുള്ളൂ. കർത്താവായ യേശു ക്രിസ്തു ആ ക്ലെയിമാണ് ഇവിടെ ഏറ്റെടുക്കുന്നത്. ക്ലെയിം ചെയ്യുക മാത്രമല്ല, 38 മുതൽ 44 വരെയുള്ള വാക്യങ്ങളിൽ ഈ പ്രസ്താവന കർത്താവ് പറഞ്ഞ ശേഷം കർത്താവ് ലാസറിൻ്റെ കല്ലറയ്ക്കൽ ചെന്ന് ലാസറിനെ ഉയർപ്പിക്കുന്നതായിട്ട് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. ജീസസ് ഈസ് ദ റിസറക്ഷൻ ആൻഡ് ലൈഫ്. ഒടുക്കത്തെ നാളിൽ നമുക്കറിയാം, ദൈവത്തിൻ്റെ വചനം പറയുന്നത് ദെർ ഈസ് റിസറക്ഷൻ. പക്ഷേ അവിടെ അന്ന് റിസറക്റ്റ് ചെയ്യുന്ന കർത്താവ് ഇവിടെ മാർത്തയുടെ ഭവനത്തിൽ ചെന്ന് ആ വരാൻ പോകുന്ന റിസറക്ഷൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ ഇവിടെ നടത്തുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യം നമ്മൾ ശ്രദ്ധിച്ചതാണ്. പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ തന്നെ പുത്രനും തന്നിൽ തന്നെ ജീവനുണ്ട്. 5-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യവും നമ്മൾ ശ്രദ്ധിച്ചതാണ്. പിതാവ് മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത് പോലെ തന്നെ പുത്രനും മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നു. ജീസസ് ഈസ് ഈക്വൽ ടു ദ ഫാദർ. ജീസസ് ഈസ് ഗോഡ്. ഈ വാക്യങ്ങൾ അതാണ് പ്രധാനമായി നമ്മളെ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ യേശു അവളോട്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. എന്നിൽ വിശ്വസിക്കുന്നവനെന്ന് 26-ാം വാക്യത്തിലും എന്നിൽ വിശ്വസിക്കുന്നവൻ പിന്നെയും ആവർത്തിച്ച് വിശ്വസിക്കുന്നുവോ എന്ന് അവളോട് കർത്താവ് ചോദിക്കുന്നു. ബിലീവ് എന്ന ആ ഒരു പ്രയോഗം ഈ 2 വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. 25-ഉം 26-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ബിലീവ് എന്ന ആ പ്രയോഗം യോഹന്നാനിലെ ഒരു പ്രധാനപ്പെട്ട ഒരു കീ വേർഡാണെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അത് 25-ാം വാക്യത്തിൻ്റെ 2-ാമത്തെ ഭാഗമാണ്. ആദ്യത്തെ ഭാഗത്തിൽ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം വളരെ ശക്തിയോടെ നമ്മളെ പഠിപ്പിക്കുന്നു. 2-ാം ഭാഗത്തിൽ ഒരു വലിയ വാഗ്ദത്തമാണ്. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ അവർക്കും ഫിസിക്കൽ മരണം ഉണ്ട്. ശാരീരികമായി അവർ മരിക്കും. മരിച്ചാലും ജീവിക്കും, അഥവാ ഉയർത്തെഴുന്നേൽക്കും. കർത്താവിൽ വിശ്വസിച്ച് മരിക്കുവാൻ പോകുന്ന എല്ലാവർക്കുമുള്ള വാഗ്ദത്തമാണ്. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ എന്നെ ഇന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ നമ്മോട് എല്ലാവരോടുമുള്ള ദൈവിക വാഗ്ദത്തമാണ്. കർത്താവിൽ വിശ്വാസമർപ്പിച്ച ദൈവത്തിൻ്റെ പൈതൽ മരണമാകുന്ന കവാടത്തിലൂടെ കടന്നേ മതിയാകത്തുള്ളൂ. പക്ഷേ മരണമല്ല ഒരു വിശുദ്ധൻ്റെ അവസാനം. ദേ വിൽ ബി റേസ്ഡ് അപ്പ് ഓൺ ദ ലാസ്റ്റ് ഡേ. കർത്താവ് പറഞ്ഞ വളരെ മനോഹരമായ ശക്തമായ ഒരു വാഗ്ദത്തമാണ്. മരണഭയം ഒരു ദൈവ പൈതലിന് ഇനിയും ആവശ്യം ഇല്ല. കർത്താവ് മരണത്തെ തോൽപ്പിച്ചു. ദൈവ മക്കളും മരണത്തെ തോൽപ്പിക്കും. ഇതൊരു വളരെ വിലപ്പെട്ട വാഗ്ദത്തമാണ്. പ്രിയ സഹോദരി സഹോദരന്മാരെ, വിശ്വസിക്കുക, ബിലീവ് എന്ന് 25-ാം വാക്യത്തിൽ നമ്മൾ കണ്ടു. അതിൻ്റെ അർത്ഥം ഈ 25, 26 വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം മറ്റ് യോഹന്നാനിലെ വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വവും യേശുക്രിസ്തുവിൻ്റെ രക്ഷണ്യ പ്രവൃത്തിയും ഇതെല്ലാം ഗ്രഹിച്ച് വിശ്വസിച്ച് യേശു കർത്താവ് പറയുന്ന വചനം അനുസരിച്ച് ജീവിക്കുന്ന ഒരു ദൈവപൈതലിനാണ് ഈ വാഗ്ദത്തം. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും
ജീവിക്കും. നമുക്കറിയാം, യോഹന്നാൻ്റെ സുവിശേഷത്തിൽ വിശ്വസിക്കുക, ബിലീവ് എന്ന പദം നമ്മൾ പലപ്പോഴായി ചിന്തിച്ചിട്ടുള്ളതാണ്. കേവലം എവിടെയെങ്കിലും ഒന്ന് കൈപൊക്കി വിശ്വാസം പ്രകടിപ്പിക്കുന്നതല്ല ഇവിടെ അർത്ഥമാക്കുന്നത്. രക്ഷിക്കുന്ന വിശ്വാസം യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 30-31 വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ശിഷ്യത്വത്തിലേക്ക് നയിക്കുന്നതാണ്. ഉപരിവിപ്ലവ വിശ്വാസത്തിന് പല പ്രകടനങ്ങളുണ്ട്. പക്ഷേ അങ്ങനെയുള്ളവർ ശരിക്കും ദൈവത്തിൻ്റെ വചനം ഏറ്റെടുത്ത് അനുസരിക്കുകയില്ല. എന്നാൽ രക്ഷിക്കുന്ന വിശ്വാസത്തിൻ്റെ ഉടമകളുടെ പ്രത്യേകത, കർത്താവായ യേശുക്രിസ്തു ദൈവമെന്ന് ഹൃദയപൂർവ്വം അവർ വിശ്വസിക്കുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ വചനം അവർ കൃത്യമായി അനുസരിക്കുന്നവരായിരിക്കും. അങ്ങനെയുള്ള ഒരു വിശ്വാസമുള്ള ഒരു ദൈവവൈതൽ മരിച്ചാലും അവർ ജീവിക്കും. കാരണം കർത്താവ് ഒടുക്കലത്തെ ദിവസം അവരെ ഉയർത്തെഴുന്നേൽപ്പിക്കും. ഒരു കാര്യം പ്രത്യേകം ദൈവമക്കൾ ശ്രദ്ധിക്കണം. ക്രിസ്തീയ പാരമ്പര്യമുള്ളതുകൊണ്ടോ ക്രിസ്തീയ പേരുള്ളതുകൊണ്ടോ ഏതെങ്കിലും ഒരു പ്രത്യേക ഡിനോമിനേഷൻ്റെ ഭാഗമായതുകൊണ്ടോ ഈ വാഗ്ദത്തം ഏറ്റെടുക്കുവാൻ കഴിയുകയില്ല. കർത്താവായ യേശുക്രിസ്തുവുമായി വ്യക്തിപരമായ ബന്ധമുള്ള ഒരു ദൈവ പൈതലിനുള്ള വാഗ്ദത്തമായി ഇത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. അവരോടാണ് കർത്താവിന് പറയുവാനുള്ളത്, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഒരു കാര്യം ശരിക്കും മനസ്സിലാക്കിയിരിക്കണം. 5-ാം അധ്യായത്തിൽ നമുക്കറിയാം, അതിൻ്റെ 28-29 വാക്യങ്ങളിൽ, ഇതിങ്കൽ ആശ്ചര്യപ്പെടരുത്, കല്ലറകളിൽ ഉള്ളവർ എല്ലാവരും അവൻ്റെ ശബ്ദം കേട്ട് നന്മ ചെയ്യുന്നവർ ജീവനായും തിന്മ ചെയ്യുന്നവർ ന്യായവിധിക്കായും പുനരുത്ഥാനം ചെയ്യുവാനുള്ള നാഴിക വരുന്നു. വിശുദ്ധൻ ഉയർപ്പുണ്ട്, അശുദ്ധനും ഉയർപ്പുണ്ട്. പക്ഷേ ഒന്നാം പുനരുത്ഥാനം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വവും മനുഷ്യത്വവും രക്ഷണ്യ പ്രവൃത്തിയും ഏറ്റെടുത്ത് വിശ്വസിച്ച് ദൈവവചനം അനുസരിക്കുന്ന ഒരു ദൈവ പൈതലിനാണ്. അവിശ്വാസികളുടെ ഉയർത്തെഴുന്നേൽപ്പ് അതിന് ശേഷമാണ്. ഇത് 5-ാം അധ്യായത്തിൻ്റെ 28-29 വാക്യങ്ങൾ നമ്മൾ 5-ാം അധ്യായം ധ്യാനിച്ച സമയത്ത് നമ്മൾ ചിന്തിച്ചതായിരുന്നു. യോഹന്നാൻ്റെ സുവിശേഷം നിരന്തരമായി പഠിക്കുന്ന ദൈവമക്കൾക്ക് ആ വിഷയം അറിയാം എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. മടങ്ങി നമുക്ക് 11-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യത്തിലേക്ക് നമ്മൾക്ക് കടന്നു വരാം. ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശാരീരിക മരണം ഒരു യാഥാർത്ഥ്യമാണ് എന്ന് നമ്മൾ ചിന്തിച്ചു. എല്ലാവരും മരിക്കും. കഴിഞ്ഞ എപ്പിസോഡിൽ പ്രധാനമായി നമ്മൾ ആ വിഷയമാണ് ചിന്തിച്ചത്. മരിച്ച ശേഷമാണല്ലോ ഉയർത്തെഴുന്നേൽപ്പ്. ഈ എപ്പിസോഡിൽ ആ ഒരു ചിന്ത പിന്നെയും മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചിന്തിച്ചത് ശാരീരിക മരണം ഒരു യാഥാർത്ഥ്യമാണ്. ശാരീരിക മരണത്തിൻ്റെ അർത്ഥമെന്താണ്? ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപെടുന്നതാണ് എന്ന് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. നമ്മളുടെ ആയുസ്സിൻ്റെ ആ ദൈർഘ്യതയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. നമ്മൾ ഇന്ന് കണ്ട് നാളെ വാടിപ്പോകുന്ന പൂക്കളാണ് എന്ന തിരുവെഴുത്തിലൂടെ നമ്മൾ ശ്രദ്ധിച്ചതായിരുന്നു. അതുപോലെ തന്നെ മരണം സെസേഷൻ ഓഫ് ലൈഫ് അല്ല. താൽക്കാലികമായി ശരീരത്തിൽ നിന്ന് നമ്മുടെ ആത്മാവ് വേർപെടുന്നു, പക്ഷേ നമ്മൾ തീരുന്നില്ല. ശാരീരിക മരണത്തിന് ശേഷവും ആൾ ജീവിക്കുന്നുണ്ട് എന്ന് തിരുവെഴുത്തിലൂടെ നമ്മൾ ശ്രദ്ധിക്കുകയുണ്ടായി. അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് മനുഷ്യർ മരിക്കുന്നത്? ദൈവവചനത്തിലൂടെ നമ്മൾ ശ്രദ്ധിച്ചതാണ്, പാപം നിമിത്തമാണ് മരണം ലോകത്തിൽ കടന്നത്. ദൈവത്തിൻ്റെ പൂർണ്ണഹിതം മനുഷ്യൻ മരിക്കണം എന്നല്ലായിരുന്നു. പക്ഷേ ഏകൻ്റെ അനുസരണക്കേടിനാൽ പാപം ലോകത്തിൽ വന്നു. പാപം നിമിത്തം മരണം വന്നു. അങ്ങനെ എല്ലാവരും പാപം ചെയ്തതുകൊണ്ട് എല്ലാവരും മരിക്കണം എന്നുള്ളത്
ദൈവത്തിൻ്റെ വചനമാണ്. ഇന്ന് നമ്മൾ പ്രധാനമായി ചിന്തിക്കുവാൻ പോകുന്നത് ശാരീരികമായി മരിക്കുന്ന വ്യക്തികൾ നമ്മൾ മനസ്സിലാക്കി അവർ പിന്നെയും ജീവിക്കുന്നുണ്ട്. അവരെങ്ങോട്ടാണ് പോകുന്നത്? എന്താണ് അവരുടെ സ്ഥിതി എന്നുള്ളത് നമ്മൾ ശാന്തമായി ദൈവവചന അടിസ്ഥാനത്തിൽ നമ്മൾ ചിന്തിക്കുവാൻ പോവുകയാണ്. ഭക്തനായ ഇയ്യോബിൻ്റെ പുസ്തകം 14:14 മനുഷ്യൻ മരിച്ചാൽ ജീവിക്കുമോ എന്ന് ചോദിച്ചു. കർത്താവായ യേശുക്രിസ്തു അതിന് മറുപടി ഈ 11-ാം അധ്യായത്തിൻ്റെ 25 പറയുകയാണ്, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. പക്ഷേ ഈ മരണത്തിനും പുനരുത്ഥാനത്തിനും ഇടയ്ക്കുള്ള സമയം ആ വാങ്ങിപ്പോയ ആത്മാക്കൾ എവിടെയാണ്? ഞാൻ ദൈവമക്കളോട് പിന്നെയും പറയാം, അനേക ആളുകൾ ചിന്തിക്കുന്നത് മരിച്ചു കഴിഞ്ഞാൽ ആൾ തീരുകയാണെന്നാണ്. അങ്ങനെയല്ല. ബൈബിൾ വളരെ ശക്തമായി പഠിപ്പിക്കുന്നത് മരണാനന്തരം ജീവിതമുണ്ട്. മരിച്ചു കഴിഞ്ഞാൽ തീരുകയല്ല. മറ്റു ചിലർ പറയുന്നത് മരിച്ചു കഴിഞ്ഞാൽ ജീവിക്കുന്നുണ്ടെങ്കിലും ആൾ ഒരു അൺകോൺഷ്യസ് സ്റ്റേറ്റിലാണെന്നാണ്. കാര്യങ്ങളെക്കുറിച്ചൊന്നും ബോധ്യമില്ലാത്ത ഒരു സ്ഥിതിയിലാണെന്നാണ്. അതും ദൈവവചനത്തിന് നിരക്കുന്ന ചിന്തയല്ല. എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, ബൈബിൾ വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് മറ്റ് ആരുടെയും അഭിപ്രായമോ സാക്ഷ്യമോ ആവശ്യമില്ല. ദൈവവചനത്തിലെ സത്യമാണ് മരണാനന്തരം ജീവിതം ഉണ്ട് എന്നുള്ളത്. അത് രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ, കർത്താവിൻ്റെ മക്കൾ ബൈബിൾ വിശ്വസിക്കുന്നു. എന്നാൽ ദൈവത്തിൻ്റെ വചനമാകുന്ന വിശുദ്ധ ബൈബിൾ വിശ്വസിക്കാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ വളരെ സ്നേഹത്തോടെ ഞാൻ നിങ്ങളോട് പറയാം, ഇന്ന് സയൻറ്റിസ്റ്റുകളും മെഡിക്കൽ ഡോക്ടേഴ്സും മരണാനന്തര ജീവിതമുണ്ടെന്ന് സമ്മതിക്കുന്നു. അഥവാ ബൈബിൾ പറയുന്ന ഉപദേശം അവർ അംഗീകരിക്കുന്നു. ഒരു കാലഘട്ടത്തിൽ അങ്ങനെ അംഗീകരിക്കുന്നില്ലായിരുന്നു. പക്ഷേ ഇന്ന് ധാരാളം റിസർച്ചുകൾ മെഡിക്കൽ ഡോക്ടേഴ്സ് ഈ വിഷയത്തിൽ ചെയ്തിട്ടുണ്ട്, സയൻറ്റിസ്റ്റുകൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ മരണാനന്തര ജീവിതമുണ്ട് എന്നുള്ളത് അവർ മനസ്സിലാക്കിയിരിക്കുന്നു. മെഡിക്കൽ ഡോക്ടേഴ്സിൽ പ്രധാനമായി മുൻപന്തിയിൽ നിൽക്കുന്നത് ഡോക്ടർ എലിസബത്ത് കുബ്ലർ റോസ്, അതുപോലെ ഡോക്ടർ റെയ്മണ്ട് മൂഡി ജൂനിയർ, മറ്റൊരാൾ ഡോക്ടർ മോറിസ് റോളിങ്സ് ആണ്. ഇതിൽ ഡോക്ടർ മോറിസ് റോളിങ്സ്, അദ്ദേഹം ഒരു ഹാർട്ട് സർജനാണ്, വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഡോക്ടറാണ്. അദ്ദേഹം പല ബുക്കുകൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ആയിരക്കണക്കിന് പേഷ്യൻസിനെ, നിയർ ഡെത്ത് അനുഭവമുള്ളവരെ റിസർച്ച് ചെയ്ത് അവരുടെ അനുഭവങ്ങൾ അദ്ദേഹം ഡോക്യുമെൻ്റ് ചെയ്തിട്ടുണ്ട്. മരണാനന്തരം ജീവിതമുണ്ടെന്നും മരണാനന്തര ജീവിതത്തിൽ 2 അനുഭവങ്ങളാണ് എന്നുള്ളതും അദ്ദേഹത്തിൻ്റെ റിസർച്ചിൽ അദ്ദേഹം കണ്ടുപിടിച്ച് അത് ഡോക്യുമെൻ്റ് ചെയ്തിട്ടുണ്ട്. ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള ഒരു കണ്ടുപിടുത്തത്തിൽ അവർ ഊന്നേണ്ട ആവശ്യമില്ല. കാരണം ഇതിനേക്കാൾ എല്ലാം ഒരു ദൈവ പൈതലിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ദൈവത്തിൻ്റെ വചനം മാത്രമേ ഒരു ദൈവ പൈതലിന് അടിസ്ഥാനമാകാവൂ. എന്നാൽ ബൈബിൾ വിശ്വസിക്കാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ മെഡിക്കൽ ഡോക്ടേഴ്സ് എന്ന് സമ്മതിക്കുന്നു ബൈബിൾ പറയുന്ന മരണാനന്തര ജീവിതം ഉണ്ട് എന്ന്. ഇതുപോലെ തന്നെ ഈ ഒക്ടോബർ 10-ാം തീയതി ഇറക്കിയ മാറനാഥ വോയിസ് എന്ന് പറയുന്ന ക്രിസ്തീയ ഒരു മാസിക പ്രസിദ്ധീകരിച്ച ഒരു വിവരം കൂടെ ഞാനിവിടെ കൂട്ടിച്ചേർക്കുന്നു. ഡോക്ടർ ബെർത്തോൾഡ് അക്കർമാൻ എന്ന് പറയുന്ന ബെർലിനിലെ ഒരു സയൻറ്റിസ്റ്റ് ഒരു ടീം ഫോം ചെയ്ത്
അവരൊരു ടീമായി ഏകദേശം 1000-ഓളം പേഷ്യൻസിനെ അവർ 4 വർഷമായി എക്സ്പെരിമെൻറ്റുകൾ ചെയ്ത് അവർ പഠിച്ചു. ആ റിസർച്ചിൻ്റെ ഫലം എന്ന് പറയുന്നത് ഈ സയൻറ്റിസ്റ്റുകൾ സമ്മതിക്കുന്നു മരണാനന്തര ജീവിതം ഉണ്ട് എന്നുള്ളത്. ആരെങ്കിലും വിശുദ്ധ തിരുവെഴുത്തുകൾ വിശ്വസിക്കാത്തവരെന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, വിശുദ്ധ തിരുവെഴുത്തുകളിൽ പറയുന്നതിനോട് ഒന്നും ഇവർക്ക് ആഡ് ചെയ്യാനില്ല. നേരത്തെ തന്നെ ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഇവരുടെ കണ്ടുപിടുത്തങ്ങളിൽ ഇവർക്ക് ബോധ്യമായി എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ദൈവവചനം വിശ്വസിക്കാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇനിയുമെങ്കിലും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം നിങ്ങൾ ശ്രദ്ധിക്കുക. മരണം, മരണാനന്തര ജീവിതമാണ് വിഷയം. ആ വിഷയത്തെക്കുറിച്ച് ഏറ്റവും ആധികാരികമായി നമുക്ക് വെളിച്ചം തരുവാനുള്ളത് ദൈവത്തിൻ്റെ വചനമാണ്. ഈ ദൈവത്തിൻ്റെ വചനത്തിന് മാറ്റമില്ല, അതിന് തെറ്റ് പറ്റുകയില്ല. സയൻറ്റിസ്റ്റുകളും ഡോക്ടേഴ്സും ഒക്കെ ഇന്ന് കണ്ടുപിടിച്ചത് ഈ വചനത്തിൽ ഉള്ള സത്യങ്ങൾ മാത്രമാണ്. ഇന്ന് എവിടെയാണ് വാങ്ങിപ്പോയ ആത്മാക്കൾ? ആ കാര്യം നമുക്ക് മനസ്സിലാക്കാൻ അല്പമായി ചില വാക്കുകളുടെ അർത്ഥം നമ്മൾ ഗ്രഹിക്കേണ്ടത് ആവശ്യമാണ്. കർത്താവായ യേശുക്രിസ്തു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുന്നതിന് മുമ്പ് എല്ലാ വിശുദ്ധന്മാരും എല്ലാ വിശ്വാസികളും പോയത് പാതാളത്തിലേക്കാണ്. പഴയ നിയമത്തിൽ ഷിയോൾ എന്നൊരു പ്രയോഗമാണ് പാതാളത്തിന് ഉള്ളത്. ഏതാണ്ട് 65ഓളം പ്രാവശ്യം ഷിയോൾ എന്ന പദം എബ്രായ ഭാഷയിൽ പഴയ നിയമത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ പഴയ നിയമം ഗ്രീക്കിലേക്ക് എടുത്തെഴുതുമ്പോൾ സെപ്റ്റുജൻ്റ് ട്രാൻസ്ലേഷനിൽ ഷിയോളിന് ഹെയ്ഡീസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഷിയോൾ എന്ന എബ്രായ ഭാഷയിൽ കാണുന്ന ആ സ്ഥലത്തെയാണ് ഗ്രീക്കിൽ ഹെയ്ഡീസ് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ സ്ഥലത്തേക്കാണ് സകല മരിച്ചവരും പോയത് എന്ന് ദൈവവചനത്തിലൂടെ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. ചില വാക്യങ്ങൾ ഞാൻ ദൈവമക്കളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. ധാരാളം വാക്യങ്ങളുണ്ട്, എങ്കിലും സമയത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് സദൃശ്യവാക്യം 9:18 മരിച്ചവർ എക്സിസ്റ്റ് ചെയ്ത സ്ഥലം ഷിയോളാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇതുപോലെ തന്നെ ഉൽപ്പത്തി പുസ്തകം 44:29 ഭക്തനായ യാക്കോബിൻ്റെ പ്രത്യാശ ഷിയോളിൽ പോകും എന്നാണ്. ആ വാക്യം ഞാൻ ഒന്ന് വായിക്കാം. നിങ്ങൾ ഇവനെയും കൊണ്ടുപോയിട്ട് അവന് വല്ല ആപത്തും വന്നാൽ നിങ്ങൾ എൻ്റെ നരയെ ദുഃഖത്തോടെ പാതാളത്തിൽ ഇറങ്ങുവാനിടയാക്കും. പാതാളത്തിൽ എന്ന് പറഞ്ഞാൽ ഷിയോളിലേക്ക് ഇറങ്ങുവാൻ ഇടയാക്കും. യാക്കോബിൻ്റെ പ്രത്യാശ ഷിയോളിൽ, പാതാളത്തിൽ പോകും എന്നായിരുന്നു. ഇതുപോലെ തന്നെ സങ്കീർത്തനം 88:3, 89:48 എല്ലാ മനുഷ്യരും പാതാളത്തിൽ പോകും എന്ന് തിരുവെഴുത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്. സങ്കീർത്തനം 9:17 ദുഷ്ടന്മാരും ഷിയോളിലേക്കാണ് പോകുന്നത് എന്ന് തിരുവെഴുത്ത് പറയുന്നു. അതുകൊണ്ട് മരിച്ചു പോകുന്ന എല്ലാവരുടെയും ആത്മാക്കൾ പോകുന്നത് ഷിയോൾ അല്ലെങ്കിൽ ഹെയ്ഡീസിലേക്കാണ്, പാതാളത്തിലേക്കാണ്. അത് വാസ്തവത്തിൽ ഒരു ടെമ്പററി സ്ഥലമാണ് എന്ന് നമ്മൾ ഗ്രഹിക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഫിസിക്കൽ മരണത്തിനും പുനരുത്ഥാനത്തിനും ഇടയ്ക്കുള്ള സ്ഥലമാണ് ഷിയോൾ അല്ലെങ്കിൽ ഹെയ്ഡീസ് എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഈ സ്ഥലം ടെമ്പററിയാണ്. പെർമനൻ്റ് ആയിട്ടുള്ള സ്ഥലത്തിന് നരകം എന്നാണ് പറയുന്നത്. പക്ഷേ ചില തർജ്ജിമകൾ ഇതിനെല്ലാം നരകമെന്ന പ്രയോഗം ഉപയോഗിച്ചിട്ടുണ്ട്. ആ ട്രാൻസ്ലേഷൻസ് അത്ര ശരിയല്ല എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്.
മറ്റൊരു പ്രയോഗമുണ്ട് 2 പത്രോസിൻ്റെ ലേഖനം 2-ാം അധ്യായം 4-ാം വാക്യത്തിൽ. അവിടെ ഗ്രീക്കിൽ ടാർട്ടറസ് എന്നൊരു പ്രയോഗം നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. 2 പത്രോസിൻ്റെ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം. പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ആദരിക്കാതെ അന്ധതമസറ്റ് ചങ്ങലയിട്ട് നരകത്തിലാക്കി ന്യായവിധിക്കായി കാക്കുവാൻ ഏൽപ്പിക്കുകയും. നരകമെന്നാണ് മലയാള തർജ്ജിമയിൽ കാണുന്നത്, എന്നാൽ ഗ്രീക്കിൽ ടാർട്ടറസ് എന്ന പ്രയോഗമാണ്. അതിനെക്കുറിച്ച് വേദപണ്ഡിതന്മാരുടെ അഭിപ്രായം ഡീപ്പസ്റ്റ് അബ്യസ് ഓഫ് ഹെയ്ഡീസ്, അല്ലെങ്കിൽ ഷിയോളിലെ ഹെയ്ഡീസിലെ അന്ധതമസ്, ഏറ്റവും ആഴത്തിലുള്ള കുഴി എന്നൊക്കെ നമ്മൾ ഗ്രഹിക്കേണ്ടതാണ്. എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു വാക്കാണ് നരകത്തിന് ഉപയോഗിച്ചിരിക്കുന്നത്. ഗെഹന്ന എന്ന പ്രയോഗമാണ്. ഗെഹന്ന എന്ന പ്രയോഗം ഗെഹിന്നോം എന്ന ആ വാക്കിൽ നിന്നാണ് ഗെഹന്ന എന്ന പ്രയോഗം കിട്ടിയിരിക്കുന്നത്. ഹിന്നോം എന്ന സ്ഥലം യെരുശലേമിന് വെളിയിലുള്ള ഒരു താഴ്വരയാണ്. ആ താഴ്വരയിലാണ് യെരുശലേം പട്ടണത്തിലുള്ള എല്ലാ ചപ്പും കൊണ്ട് ഡംപ് ചെയ്യുന്നത്. എന്നിട്ട് അവിടെ തീ കത്തി. ആ കത്തിക്കുന്ന തീ ഒരിക്കലും അണയുന്നില്ല. ഇത് നരകത്തിന് ഉള്ള ഒരു സൂചനയായി വേദപണ്ഡിതന്മാർ ചിന്തിക്കുന്നു. പ്രത്യേകിച്ച് നമുക്കറിയാം മർക്കോസിൻ്റെ സുവിശേഷം 9:48, വെളിപ്പാട് പുസ്തകം 20:14 ആ ഒരു ചിന്തയാണ് വേദപുസ്തകം നമുക്ക് തരുന്നത്. ഒരിക്കലും കെടാത്ത തീയുള്ള സ്ഥലം അത് ഗെഹന്നയാണ്. ആ ഗെഹന്ന എന്ന പ്രയോഗം ഏതാണ്ട് 11 പ്രാവശ്യം കർത്താവായ യേശുക്രിസ്തു ഉപയോഗിച്ചിട്ടുണ്ട്. യാക്കോബിൻ്റെ ലേഖനം 3-ാം അധ്യായം 6-ാം വാക്യത്തിൽ അവിടെയും മലയാളത്തിൽ നരകം എന്ന പ്രയോഗമാണ് കാണുവാൻ കഴിയുന്നത്. ദൈവമക്കളോട് ഞാൻ സൂചിപ്പിച്ചതുപോലെ ഷിയോളിനും ഹെയ്ഡീസ്, അതുപോലെ ടാർട്ടറസ്, ഗിഹന്ന, ഇവിടെയെല്ലാം നരകം എന്ന പ്രയോഗം ചില ട്രാൻസ്ലേഷനിൽ കാണുന്നത് കൊണ്ട് ആളുകൾക്ക് പലപ്പോഴും കൺഫ്യൂഷൻസ് ഉണ്ടാകാറുണ്ട്. എന്നാൽ ഷിയോൾ അല്ലെങ്കിൽ ഹെയ്ഡീസ് എന്ന സ്ഥലം നരകമല്ല, അത് ഒരു ടെമ്പററി സ്ഥലമാണ്. പെർമനൻ്റായിട്ടുള്ള സ്ഥലം ഗെഹന്നയാണ്. അത് ഇപ്പോൾ ഷിയോളിൽ കിടക്കുന്ന അവിശ്വാസികളെ ന്യായം വിധിച്ച ശേഷം ഇടുന്ന സ്ഥലമാണ് ഗെഹന്ന എന്ന് നമ്മൾ ഗ്രഹിക്കേണ്ടത് ആവശ്യം ആണ്. ഇതൊക്കെ പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും ഞാൻ ഈ വാക്കുകൾ വായിച്ച് അതിനെ മൂല ഭാഷ നിങ്ങളുമായി പങ്കുവച്ചു. ഈ ഷിയോൾ ഹെയ്ഡീസിനെ കുറിച്ചുള്ള കുറച്ചുകൂടെ കാര്യങ്ങൾ നമ്മൾ ഗ്രഹിക്കണമെങ്കിൽ പുതിയ നിയമത്തിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ടീച്ചിങ്സിലേക്ക് നമ്മൾ കടന്നു വരണം. കഴിഞ്ഞ എപ്പിസോഡിലും നമ്മൾ ചിന്തിച്ച ഒരു വേദഭാഗമാണ് ലൂക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 19 മുതൽ 31 വരെയുള്ള വേദഭാഗം, ധനവാന്റെയും ലാസറിൻ്റെയും ചരിത്രം. ഇവിടെ നിന്ന് ഷിയോൾ അല്ലെങ്കിൽ ഹെയ്ഡീസിനെ കുറിച്ചുള്ള കുറച്ചുകൂടെ കാര്യങ്ങൾ നമ്മൾക്ക് ഗ്രഹിപ്പാനായിട്ട് കഴിയും. നമ്മുടെ ചിന്താവിഷയം മരിച്ചു പോകുന്ന ആത്മാക്കൾ എവിടെയാണ് എന്നുള്ളതാണ്. ഞാനിപ്പോൾ പറഞ്ഞ സ്ഥലം ഷിയോൾ എന്ന സ്ഥലമാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് മുൻപ് മരിച്ച സകല വിശുദ്ധന്മാരും ദുഷ്ടന്മാരും പോയ ഇടമാണ് ഷിയോൾ അല്ലെങ്കിൽ ഹെയ്ഡീസ്. ഹെയ്ഡീസ് എന്ന പ്രയോഗം ഗ്രീക്കിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഈ ധനവാന്റെയും ലാസറിൻ്റെയും ചരിത്രം അതൊരു ഉപമയല്ല എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. കാരണം കർത്താവ് ഇവിടെ ലാസറിൻ്റെ പേര് പറയുന്നുണ്ട്. മാത്രമല്ല 19-ാം വാക്യം തുടങ്ങുമ്പോൾ ധനവാനായൊരു മനുഷ്യൻ ഉണ്ടായിരുന്നു.
ഇതൊരു കേവലം ഉപമയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു പക്ഷെങ്കിൽ കർത്താവ് ഈ ഒരു സംഭവം നറേറ്റ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് നടന്ന മരണങ്ങളായിരിക്കും ധനവാന്റെയും ലാസറിൻ്റെയും എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. നമുക്ക് നോക്കാം, അവിടെ നിന്ന് ഷിയോളിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് ഒന്ന് പഠിക്കാൻ ശ്രമിക്കാം. അതിൻ്റെ 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. ധനവാനായൊരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ ധൂമ്രവസ്ത്രവും പട്ടും ധരിച്ച് ദിനം പ്രതി ആഡംബരത്തോടെ സുഖിച്ചുകൊണ്ടിരുന്നു. ലാസർ എന്ന പേരുള്ള ഒരു ദരിദ്രൻ വ്രണം നിറഞ്ഞവനായി അവൻ്റെ പടിപ്പുരയ്ക്കൽ കിടന്നു. ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്നത് തിന്ന് വിശപ്പടക്കുവാൻ ആഗ്രഹിച്ചു. നായ്ക്കളും വന്ന് അവൻ്റെ വ്രണം നക്കും. ഇവിടെ നമുക്ക് ഗ്രഹിപ്പാനായിട്ട് കഴിയുന്നത് 2 സോഷ്യൽ സ്റ്റാറ്റസിലുള്ള എന്നാൽ വളരെ അടുത്ത് താമസിച്ചിരുന്ന വ്യക്തികൾ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നതായിട്ട് നമുക്ക് അടുത്ത വാക്യങ്ങളിൽ കാണുവാൻ കഴിയുന്നത്. ധനവാൻ സാമ്പത്തിക ശേഷി ഉണ്ടായിരുന്നയാളാണ്. ദരിദ്രനായ മനുഷ്യൻ ഒട്ടും പണമില്ലാതെ ധനവാന്റെ മേശമേൽ നിന്ന് വീഴുന്ന അപ്പം കൊണ്ട് അവൻ്റെ വിശപ്പടക്കുവാനായി അവൻ ആഗ്രഹിച്ച ഒരു മനുഷ്യനാണ്. ഇവർ രണ്ടുപേരും മരിക്കുന്നതായിട്ട് 22 വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. 22 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ ആ ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രഹാമിൻ്റെ മടിയിലേക്ക് കൊണ്ടുപോയി. ധനവാനും മരിച്ച് അടക്കപ്പെട്ടു. പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ മേലോട്ട് നോക്കി ദൂരത്തു നിന്ന് അബ്രഹാമിനെയും അവൻ്റെ മടിയിൽ ലാസറിനെയും കണ്ടു. അപ്പോൾ ഇവിടെ 2 പേരും മരിക്കുന്നു. 2 പേരും ഷിയോളിലേക്കാണ് പോകുന്നത് എങ്കിലും 2 പേരും പോയത് വ്യത്യസ്ത ഇടങ്ങളിലേക്കാണ്. ദൈവവുമായി വ്യക്തിപരമായ ബന്ധമുണ്ടായിരുന്ന ലാസർ അബ്രഹാമിൻ്റെ മടി എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് മാറ്റപ്പെടുന്നു. ധനവാനായ മനുഷ്യൻ, ദൈവവുമായി വ്യക്തിപരമായ ബന്ധമില്ലാത്ത ആ മനുഷ്യൻ യാതനാ സ്ഥലത്തേക്ക് അദ്ദേഹം മാറ്റപ്പെടുന്നതായിട്ട് നമ്മൾ കാണുന്നു. ഇത് കർത്താവ് പഠിപ്പിച്ച ഒരു സംഭവമാണ്. ഇതിനകത്ത് നിന്ന് ശാരീരിക മരണം എല്ലാവർക്കുമുണ്ട്, മരണാനന്തരം ജീവിതമുണ്ട്. മരണാനന്തര ജീവിതം ഭൂമിയിൽ വെച്ച് ആ വ്യക്തി ദൈവത്തോടുള്ള ബന്ധത്തിൽ എങ്ങനെയായിരുന്നു എന്നതിലാണ് അവരുടെ ഭാവി നിർണയിക്കുന്നത്. മരിച്ചു പോകുന്ന ആളുകൾ അവർക്ക് ജീവനോടെ ആയിരുന്ന സമയത്ത് കർത്താവായ യേശുക്രിസ്തുവിലൂടെ ദൈവവുമായി വ്യക്തിപരമായ ബന്ധം സ്ഥാപിക്കുവാൻ സാധിച്ചെങ്കിൽ, ആ ബന്ധത്തിൽ അവർ തുടർന്നു എങ്കിൽ നീതിമാന്മാരുടെ കൂട്ടത്തിൽ അവർക്കാകുവാൻ കഴിയും. അല്ലാത്ത പക്ഷം ഒരു യാതനാ സ്ഥലത്ത് അവർ പോകുന്നു എന്ന് വളരെ ക്ലിയറായി വിശുദ്ധ തിരുവെഴുത്തുകൾ നമ്മളെ പഠിപ്പിക്കുന്നു. 2 പേരും ഷിയോളിലേക്കാണ് പോകുന്നത്. പക്ഷേ 2 പേരും വ്യത്യസ്ത സ്ഥലങ്ങളിലേക്കാണ് പോകുന്നത് എന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. 22, 23 വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിലും 26 വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിലും അത്രയുമല്ല, ഞങ്ങൾക്കും നിങ്ങൾക്കും നടുവേ വലിയൊരു പിളർപ്പ് ഉണ്ടാക്കിയിരിക്കുന്നു. ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഷിയോളിന് 3 തട്ടുകളുണ്ട് എന്നുള്ളത് നമ്മൾ ഗ്രഹിക്കേണ്ടത് ആവശ്യമാണ്. മരിച്ചു പോകുന്ന ആത്മാക്കൾ എവിടെയാണ് പോകുന്നത്? പിന്നെ ഞാൻ ആവർത്തിക്കാം, ഞാനിപ്പോൾ വിവരിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ മുൻപുള്ള സംഭവമാണ്. കർത്താവായ യേശുക്രിസ്തു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ശേഷം കാര്യങ്ങൾക്ക് സാരമായ വ്യത്യാസമുണ്ടായി. അത് ഞാൻ പിന്നീട് പറയാം. എന്നാൽ കർത്താവിൻ്റെ ഉയർപ്പിന് മുൻപ് വിശുദ്ധന്മാരും പാപികളും പോയത് ഷിയോളിലേക്കാണ്, അല്ലെങ്കിൽ ഹേഡീസിലേക്കാണ്. പക്ഷേ വിശുദ്ധന്മാരും പാപികളും വ്യത്യസ്ത സ്ഥലങ്ങളിലായിരുന്നു. മാത്രമല്ല 26 വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ഇടയിൽ ഒരു പിളർപ്പുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഇങ്ങനെയാണ് നമ്മൾ ആ പിളർപ്പിനെക്കുറിച്ച് 26 വാക്യത്തിൽ അതിൻ്റെ 2 ഭാഗത്തിൽ നമ്മൾ വായിക്കുന്നത്. ഇവിടെ നിന്ന് നിങ്ങളുടെ അടുക്കൽ കടന്നു വരുവാൻ ഇച്ഛിക്കുന്നവർക്ക് കഴിവില്ല.
അവിടെ നിന്ന് ഞങ്ങളുടെ അടുക്കൽ കടന്നു വരുവാനും പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വലിയ ഗൾഫ് ഉണ്ട് എന്ന് നമുക്ക് യേശു കർത്താവിൻ്റെ ഈ പഠിപ്പിക്കൽ നിന്ന് ഗ്രഹിക്കാനായിട്ട് കഴിയും. അപ്പോൾ ഷിയോളിലേക്കായിരുന്നു എല്ലാവരും പോകുന്നത്. പക്ഷേ 2 ഇടത്തേക്കാണ്. ആ 2 ഇടങ്ങളിൽ തമ്മിൽ ഒരു വലിയ ഗൾഫ് ഈ 2 ഇടങ്ങളെ തമ്മിൽ വേർതിരിച്ചിരുന്നു. ഇത് നമ്മൾക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ഈ 2 ഇടങ്ങളെക്കുറിച്ച് നമുക്ക് ഒന്ന് ചിന്തിക്കാം. അബ്രഹാമിൻ്റെ മടി എന്ന 22-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു. അബ്രഹാമിൻ്റെ മടി ആശ്വാസത്തിൻ്റെ ഇടമാണ് എന്ന് നമുക്ക് ഈ തിരുവെഴുത്തിൽ നിന്ന് കാണുവാൻ കഴിയും. ആ ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രഹാമിൻ്റെ മടിയിലേക്ക് കൊണ്ടുപോയി. 25-ാം വാക്യം അതിൻ്റെ അവസാന ഭാഗം, ഇപ്പോൾ അവൻ ഇവിടെ ആശ്വസിക്കുന്നു. അപ്പോൾ ആശ്വാസത്തിൻ്റെ ഇടമാണ് അബ്രഹാമിൻ്റെ മടി. അബ്രഹാമിൻ്റെ മടി എന്നുള്ളത് യഹൂദന്മാർ ആ നിലയിൽ വിളിക്കുന്നു. അത് പർദീസയാണ് എന്ന് നമ്മൾ ഗ്രഹിക്കേണ്ടത് ആവശ്യമാണ്. മാത്രമല്ല, കർത്താവായ യേശുക്രിസ്തു ക്രൂശിന്മേൽ കിടന്നുകൊണ്ട് മാനസാന്തരപ്പെട്ട കള്ളനോട് പറയുന്ന ഒരു വാക്കുണ്ട്, ഇന്ന് നീ എന്നോടുകൂടെ പർദീസയിലായിരിക്കും. ഈ ആദ്യത്തെ തട്ടായിരിക്കുന്ന ഷിയോൾ പർദീസ അല്ലെങ്കിൽ അബ്രഹാമിൻ്റെ മടിയായിരുന്നു. അവിടെയാണ് സകല വിശുദ്ധന്മാരും മരിച്ച ശേഷം കടന്നു വന്നത്. ഇത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഉയിർത്തെഴുന്നേൽപ്പിന് മുൻപാണ്. അത് ആശ്വാസത്തിൻ്റെ ഇടമാണ്. എല്ലാ ഭക്തന്മാരും അവിടെയാണ് കടന്നു വന്നത്. നമ്മൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ടീച്ചിങ്ങിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്, ആ ഭക്തന്മാരൊക്കെ മരിച്ചപ്പോൾ ദൂതന്മാരുടെ അകമ്പടിയോടുകൂടിയാണ് അവരുടെ ആത്മാക്കൾ പർദീസയിൽ എത്തിയതെന്ന് ന്യായമായി ചിന്തിക്കുന്നതിൽ തെറ്റില്ല. എന്നാൽ ധനവാൻ പോയ സ്ഥലത്തെക്കുറിച്ച് 23-ാം വാക്യം വെളിപ്പെടുത്തുന്നു. ധനവാനും മരിച്ച് അടക്കപ്പെട്ടു, പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ മേലോട്ട് നോക്കി ദൂരത്തുനിന്ന് അബ്രഹാമിനെയും അവൻ്റെ മടിയിൽ ലാസറിനെയും കണ്ടു. ഇറ്റ്സ് എ പ്ലേസ് ഓഫ് ടോർമെൻറ്റ്. ദൈവത്തെയും ദൈവത്തിൻ്റെ വഴികളെയും തിരസ്കരിച്ച ആളുകൾ പോകുന്നത് ഇറ്റ്സ് എ പ്ലേസ് ഓഫ് ടോർമെൻറ്റ്. പിന്നെ ശ്രദ്ധിക്കണം, അത് ഹെൽ അല്ല. വരാൻ പോകുന്ന ഹെല്ലിൻ്റെ തീർച്ചയായിട്ടുമുള്ള ഒരു ഷാഡോ ആണ്. പക്ഷേ ഈ സ്ഥലം ഒരു ടെമ്പററി സ്ഥലമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ധനവാൻ അങ്ങോട്ടാണ് പോയത്. കാരണം ദൈവവചന അടിസ്ഥാനത്തിൽ അവൻ്റെ ജീവിതത്തെ അവൻ ക്രമീകരിച്ചില്ല. അത് പിന്നീടുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. മാനസാന്തര അനുഭവം അവനില്ലായിരുന്നു. മാത്രമല്ല, അവിടെ 24-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം, ഞാൻ ഈ ജ്വാലയിൽ കിടന്ന് വേദന അനുഭവിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. തീയുള്ള സ്ഥലം, വേദന അനുഭവിക്കത്തക്കവണ്ണമുള്ള ഒരു സ്ഥിതിയിലാണ് ധനവാൻ എന്ന് നമ്മൾ ഗ്രഹിക്കണം. എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, ബൈബിളിലെ ടീച്ചിങ് ആണ്. എവിടെയാണ് മരിച്ചു കഴിഞ്ഞാൽ ആത്മാക്കൾ പോകുന്നത്? ലോക ജനത മുഴുവനും മരണമെന്ന കവാടത്തിലൂടെ കടക്കുമ്പോൾ 2ആയി തിരിയും. ദൈവവചന അടിസ്ഥാനത്തിൽ ജീവിച്ച ദൈവമക്കൾ ആശ്വാസത്തിൻ്റെ ഇടത്താണ്. ദൈവത്തെയും ദൈവവചനത്തെയും തിരസ്കരിച്ച ആളുകൾ യാതനാ സ്ഥലത്തേക്ക് മാറ്റപ്പെടും. വളരെ ഗൗരവത്തോടെ നമ്മൾ ഈ കാര്യങ്ങൾ ചിന്തിക്കണമെന്ന് സ്നേഹത്തോടെ ഞാൻ അപേക്ഷിക്കുകയാണ്. ഈ 2 സ്ഥലങ്ങളുടെ ഇടയ്ക്കാണ് കർത്താവ് എക്സ്പ്ലെയിൻ ചെയ്തത് ഒരു വലിയ ഗൾഫുണ്ട്. അവിടുന്ന് ഇങ്ങോട്ട് പോകാനൊക്കത്തില്ല, ഇവിടുന്ന് അങ്ങോട്ടും പോകാനൊക്കത്തില്ല. ഇവിടെ ഒരു കാര്യം ദൈവമക്കളോട് ഞാൻ സൂചിപ്പിക്കാം. അനേക ആളുകൾ മറ്റ് സ്ഥലങ്ങളുമുണ്ട് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. ക്രിസ്തീയ സമൂഹത്തിൽ തന്നെ ഒരു വിഭാഗം പെർഗറ്ററി, ശുദ്ധീകരണ സ്ഥലമുണ്ട് എന്ന് പഠിപ്പിക്കുന്നു. അവർ ചിന്തിക്കുന്നത് ഈ ലോകത്തിൽ വെച്ച് എല്ലാ പാപങ്ങളും ശുദ്ധീകരിക്കപ്പെടുകയില്ല. നരകത്തിൽ കൊണ്ടെത്തിക്കുന്ന പാപമുണ്ട്, മറ്റ് ചെറിയ ചെറിയ പാപങ്ങൾ അതിന് വേണ്ട ക്രമീകരണം വരുത്തിയിട്ടില്ലെങ്കിൽ
ആ ആത്മാവിനെ ശുദ്ധീകരണ സ്ഥലത്ത് കൊണ്ടുപോകും എന്നും അവിടെ ശുദ്ധീകരിച്ച് അവസാനം സ്വർഗത്തിലേക്ക് ആത്മാവിനെ കൊണ്ടുപോകും എന്നൊക്കെ അവർ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ അങ്ങനെ ഒരു ചിന്ത വിശുദ്ധ വേദപുസ്തകത്തിൽ ഇല്ല എന്ന് നമ്മൾ ഗ്രഹിക്കേണ്ടത് ആവശ്യമാണ്. ധനവാന്റെയും ലാസറിൻ്റെയും മരണം കഴിഞ്ഞ ഉടൻ തന്നെ അവരെ ആത്മാക്കൾ അവർക്കായി നിയോഗിക്കപ്പെട്ട 2 സ്ഥലത്തേക്ക് പോയി. അതിപ്പോൾ താൽക്കാലികമാണെങ്കിലും അവരുടെ ഡെസ്റ്റിനി ഫൈനലാണ്. വേറെ ഒരു ക്രമീകരണവും ചെയ്യുവാൻ സാധ്യമല്ല. ഇതാണ് ബൈബിൾ പഠിപ്പിക്കുന്ന സത്യം. അല്ലാതെ സ്വർഗത്തിൽ എത്തിച്ചേരാതെ ഒരല്പം മുമ്പ് ഉള്ള സ്ഥലത്ത് കുറച്ചു നാളിട്ട് അവിടെ കുറേ ശുദ്ധീകരണങ്ങൾ നടത്തിയ ശേഷം പിന്നീട് സ്വർഗത്തിൽ കൊണ്ടുപോകും എന്നുള്ളത് മാനുഷിക സങ്കല്പങ്ങൾ മാത്രമാണ്. വിശുദ്ധ തിരുവെഴുത്തിലെ ഒറ്റ വാക്യത്തിനും അതിന് ആധാരമില്ല. മക്കാബിയരുടെ പുസ്തകത്തിൽ നിന്നാണ് അതിൻ്റെ ഒരു തെളിവ് അത് പ്രചരിപ്പിക്കുന്നവരെടുത്തിട്ടുള്ളത്. മക്കാബിയരുടെ പുസ്തകം വിശുദ്ധ തിരുവെഴുത്തുകളുടെ ഭാഗമായിട്ട് പോലും കൺസിഡർ ചെയ്തിട്ടില്ല എന്ന് ദൈവമക്കൾ ഗ്രഹിക്കേണ്ടത് ആവശ്യമാണ്. യൂദാസ് മക്കാബിയസ് യുദ്ധം ചെയ്ത് യുദ്ധത്തിൽ പട്ടുപോയ പടയാളികൾക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായി 2000 ഡ്രാക്മ സിൽവർ യെരുശലേമിലേക്ക് കൊടുത്തയച്ചു എന്നൊരു ചരിത്രമുണ്ട്. അത് ജൂഡസ് മക്കാബിയസ് പുനരുത്ഥാനത്തെക്കുറിച്ച് അറിവുള്ളവനും വിശ്വസിക്കുന്നവനുമായിട്ടാണ് ഇവർക്കെന്തെങ്കിലും പാപമുണ്ടെങ്കിൽ ആ പാപത്തിന് വേണ്ട പരിഹാരമാണ് കൊടുത്തയച്ചത് എന്ന് ചിന്തിക്കുന്നു. അതുകൊണ്ട് പെർഗറ്ററി എന്ന വിഷയത്തെ അത് പിന്താങ്ങുവാനായിട്ട് ഈ ചരിത്രമെടുക്കുന്നു. എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, ആ ഭാഗം ദൈവശ്വാസീയമായ ദൈവവചനത്തിൻ്റെ ഭാഗമല്ല. അപ്പോക്രിഫ ബുക്കുകൾ ചില വിഭാഗങ്ങൾ എടുക്കാൻ തന്നെ കാരണം അവരുടെ ഇതുപോലെയുള്ള ഉപദേശത്തെ പിന്താങ്ങുവാൻ വേണ്ടിയാണ് എന്നൂടെ ഞാൻ കൂട്ടിച്ചേർക്കുകയാണ്. എന്നാൽ യേശുവിൻ്റെ പഠിപ്പിക്കൽ അങ്ങനെയുള്ള പഠിപ്പിക്കലൊന്നുമില്ല. 2 ഇടങ്ങൾ അടുത്ത ആഴ്ചയിലും നമുക്ക് ഈ വിഷയം തന്നെ തുടരേണ്ടത് ആവശ്യമാണ് എന്നുള്ളതുകൊണ്ട് ഞാൻ വളരെ വേഗത്തിൽ ഈ ഒരു എപ്പിസോഡ് നിർത്തുവാൻ താല്പര്യപ്പെടുന്നു. ഒരു സൂചന ഞാൻ തരാം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മരണ അടക്ക ഉയർത്തെഴുന്നേൽപ്പിനോട് ബന്ധപ്പെട്ട് ഒത്തിരി വ്യത്യാസങ്ങളുണ്ടായി. ഷിയോളിലെ മേൽത്തട്ടായ പർദീസ ഇന്ന് അവിടെയില്ല. അവിടെയുള്ള വിശുദ്ധന്മാരെ കൊണ്ട് കർത്താവ് സ്വർഗത്തിലേക്ക് കരേറിപ്പോയി. ഇത് നമുക്ക് തിരുവെഴുത്തുകളുടെ പഠനത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. തീർച്ചയായിട്ടും അടുത്ത ആഴ്ചയിൽ നിങ്ങൾ ഈ എപ്പിസോഡ് ശ്രദ്ധിക്കണം, ഈ ദൈവവചന ശുശ്രൂഷ ശ്രദ്ധിക്കണം. അവിടെ നമുക്ക് അടുത്ത ആഴ്ച ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അതിനൊരു പൂർണ്ണ രൂപരേഖ നിങ്ങൾക്ക് കിട്ടും. ഇന്ന് മരിക്കുന്ന ഒരു വിശുദ്ധൻ, അവൻ്റെ പ്രത്യാശ എൻ്റെ ആത്മാവ് ക്രിസ്തു ആയിരിക്കുന്ന സ്ഥലത്ത് ചെന്നെത്തുമെന്നാണ്. സ്തേഫാനോസ് ദൈവസഭയുടെ 1ാമത്തെ രക്തസാക്ഷിയാണ്. കല്ലെറിഞ്ഞ് പിടഞ്ഞു വീഴുമ്പോൾ സ്തേഫാനോസ് കാണുന്ന ദർശനം കർത്താവായ യേശുക്രിസ്തു പിതാവിൻ്റെ വലത്തു ഭാഗത്ത് തൻ്റെ ആത്മാവിനെ എതിരേൽപ്പാൻ എഴുന്നേറ്റ് നിൽക്കുന്നതായിട്ടാണ്. സ്തേഫാനോസിൻ്റെ പ്രത്യാശ കർത്താവിൻ്റെ അടുക്കിലേക്ക് പോകുന്നതായിട്ടാണ്. അത് ഷിയോളിലേക്കല്ല, ടു ഹെവൻ. മാത്രമല്ല അപ്പോസ്തലനായ പൗലോസിൻ്റെ പ്രത്യാശ ദൈവമക്കൾക്കറിയാം, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടിയായിരിക്കുന്നത് അത്യുത്തമം. അപ്പം ഇന്ന് ഷിയോളിലേക്ക് പഴയ നിയമ ഭക്തന്മാരെ പോലൊരു പുതിയ നിയമ വിശ്വാസി പോകുന്നില്ല. കർത്താവായ യേശുക്രിസ്തു മരിച്ച് അടക്കപ്പെട്ട ഉയർത്തെഴുന്നേറ്റതിന് ശേഷം കാര്യങ്ങൾക്ക് വ്യത്യാസം വന്നു. ഷിയോളിലെ മേൽത്തട്ടിലായിരുന്ന വിശുദ്ധന്മാർ അവരെല്ലാവരും ഇന്ന് സ്വർഗത്തിലാണ്. കർത്താവ് അവരുടെ ആത്മാക്കളെയും കൊണ്ട് ഉയരത്തിലേക്ക് കരേറിപ്പോയി. എഫേസ്യലേഖനം 4-ാം അധ്യായം 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ആ വിഷയം ഗ്രഹിക്കാൻ കഴിയുന്നതാണ്. എന്നാൽ ദുഷ്ടന്മാരായ ആളുകൾ ഇന്നും യാതനാ സ്ഥലത്താണ്. ന്യായവിധിക്ക് ശേഷം അവരെ തീപ്പൊയ്കയിൽ നരകത്തിൽ
തള്ളിയിടുമെന്ന് വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. മരണം, മരണാനന്തര ജീവിതത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. മരിച്ചു കഴിഞ്ഞാൽ ആൾ തീരുന്നില്ല സഹോദരങ്ങളെ. അവരുടെ ആത്മാക്കൾ പിന്നെയും ജീവിക്കുകയാണ്. ഭൂമിയിൽ അവരെടുത്ത തീരുമാനം, ആത്മീയ തീരുമാനത്തെ അടിസ്ഥാനമാക്കിയാണ് നിത്യതയിൽ അവർക്കായി അലോട്ട് ചെയ്യുന്ന സ്ഥലങ്ങൾ. രണ്ടിടമേ ഉള്ളൂ. ഒന്നുകിൽ അവർ ക്രിസ്തുവിനോട് കൂടിയായിരിക്കും ഒരു പുതിയ നിയമവിശ്വാസി, അല്ലെങ്കിൽ അഭക്തനായി ജീവിച്ചാൽ യാതനാ സ്ഥലത്തായിരിക്കും. വേറെ ഒരിടമില്ല. പെർഗറ്ററി കൊണ്ടുപോയി ശുദ്ധീകരണം ചെയ്യുന്ന ഒരു പരിപാടി വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് ദൈവമക്കൾ ഒഴിവായി ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിച്ച് കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാണ്. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിക്കും, പക്ഷേ അവൻ ജീവിക്കും. അവനെ ഒടുക്കലത്തെ നാളിൽ ഉയിർത്തെഴുന്നേൽപ്പിക്കും. ശാരീരിക മരണത്തിനും അവസാനത്തെ ഉയിർപ്പിനും ഇടയ്ക്കുള്ള സമയം ഒരാത്മാവ് എവിടെയാണ്? പുതിയ നിയമ ഭക്തൻ ക്രിസ്തുവിനോടുകൂടിയാണ്. അവൻ്റെ ആത്മാവ് ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു. പക്ഷേ ഈ കാലഘട്ടത്തിലും അശുദ്ധിയിൽ ജീവിക്കുന്ന ദുഷ്ടന്മാർക്ക് യാതനാ സ്ഥലത്തേക്ക് അവരുടെ ആത്മാക്കൾ മാറ്റപ്പെടും. പഴയ നിയമ ഭക്തന്മാരെല്ലാം ഷിയോളിലായിരുന്നു. ഷിയോൾ എവിടെയാണ്? സംഖ്യാപുസ്തകം 16:33 നമ്മൾ വായിച്ചാൽ ഷിയോൾ താഴെയോട്ട് പോകുന്ന സ്ഥലമാണ് എന്ന് നമ്മൾക്ക് ഗ്രഹിപ്പാനായിട്ട് കഴിയും. പണ്ടത്തെ വിശുദ്ധന്മാരെല്ലാം അവർ ഷിയോളിലേക്ക് താഴെയോട്ടാണ് പോയത്. പക്ഷേ ഇന്നത്തെ വിശുദ്ധന്മാരോ, അവരെ ആത്മാക്കൾ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുകയാണ്. ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമെന്ന് പറഞ്ഞ് തൻ്റെ ദൈവത്വത്തെക്കുറിച്ച് നമ്മെ ചൂണ്ടിക്കാണിച്ച കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിൽ സ്വീകരിച്ച് കർത്താവിലൂടെയുള്ള രക്ഷണ്യ പ്രവൃത്തി ഏറ്റെടുത്ത് കർത്താവിൽ വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതലിന് ആ പ്രത്യാശയുണ്ട്. ഇവിടെ കർത്താവിനോടൊപ്പം അവൻ ജീവിക്കുന്നു. അവൻ മരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ആത്മാവ് കർത്താവിൻ്റെ ഇമ്മീഡിയറ്റ് പ്രസൻസിലേക്ക്, സ്വർഗത്തിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പിൽ നടന്ന ഈ സംഭവം, പാരഡൈസ് ഇന്ന് സ്വർഗത്തിലാണ് എന്ന് ഞാൻ പറഞ്ഞു. ആ ഒരു സംഭവത്തെ പിന്നെയും അടുത്ത ആഴ്ചയിൽ നമ്മൾ പഠിക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ പ്രത്യാശ വർദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ദൈവം ഈ വചനങ്ങളാൽ നിങ്ങളേവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.